അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സാധിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്റ്റിൽ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്ത്. കേരളത്തിലെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു സഹോദരി യമനിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അവസാന ശ്രമഫലമായി അത് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് തേടിയിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ ഒരു സൂഫി പണ്ഡിതനുമായി ചർച്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നു. ചർച്ചയ്ക്ക് വെക്കാൻ പറയുന്നു. അവരുടെ കുടുംബങ്ങളുമായി ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ പോസ്റ്റ് പങ്കുവെച്ചതിൻ്റെ താഴെ പോയിട്ട് ഒരു സംഖ്യ മരവാണം എഴുതി വിട്ടതാണിത്. എന്തെന്ന്? ഫ്രോഡാണ് ഇയാൾ, കള്ളത്താടി, ഇയാൾ രക്ഷിച്ചിട്ട് ആ പെണ്ണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിലും നല്ലത് മരിക്കുന്നതാണെന്ന്. അപ്പോൾ ഇവനാ തീരുമാനിക്കൽ ആര് മരിക്കണം ആര് ജീവിക്കണം എന്നൊക്കെ. ആടാ സംഖി വരമാണവേ, നിനക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലടാ. എന്നിട്ട് അപ്പോൾ രണ്ടാമത് കാണിച്ച സ്റ്റൈല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ശ്രമഫലമായിട്ട് ഇന്ന് യമനി കോടതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്ന് അതിൻ്റെ വധശിക്ഷ താൽക്കാലികമായിട്ട് നിർത്തി വയ്ക്കണമെന്ന് പറഞ്ഞിട്ട്. കണ്ടില്ല സംഖ്യ? കണ്ടില്ലടാ ഊളെ? ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കേരളം ഒന്നടങ്കം അവരുടെ അവരുടെ കുടുംബങ്ങളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും, കേരളം ജനസമൂഹം ഒന്നടങ്കം മതേതരത്വം കൈക്കൊണ്ട എല്ലാവരും പ്രാർത്ഥിക്കുന്നിടത്ത് ഇവനെപ്പോലുള്ള മരവാണങ്ങൾ വന്നിട്ട് പേടുന്ന കമൻറ്റുകളാണ് ഇതൊക്കെ. ഇവരൊക്കെ നമ്മൾ തിരിച്ചറിയാൻ പറ്റൂ. ഇവരൊക്കെ ഉദ്ദേശം വേറാണ്. അതെന്താന്നുള്ള പകൽ പോലെ വ്യക്തമാണ്. ഇന്ന് ആ പെൺകുട്ടിനെ നാളെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ വരും, ഇവന്മാർ വരും എന്ന് പറഞ്ഞിട്ട് അബ്ദുറഹീമിനെ രക്ഷിച്ചെടുത്തതിൻ്റെ പകുതി പൈസയും പകുതി ശ്രമവും നടത്തിയിരുന്നെങ്കിൽ ആ കുട്ടിയും ജീവിതത്തിലേക്ക് വരുമായിരുന്നു. അബ്ദുറഹീം മുസ്ലിമായ കാരണം രക്ഷിച്ചെടുത്തു, വധശിക്ഷ ഒഴിവാക്കി. ഇവള് ഒരു ക്രിസ്ത്യാനിയാണ്, നിമിഷപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി. അത് ഹിന്ദു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ നടന്നിരുന്നത്. കുറേ ആളുകൾ സംഖ്യകൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത്. അങ്ങനെയുണ്ട്. അതങ്ങനെ ഒരു കാരണം കൊണ്ട് ആയതുകൊണ്ട് മാത്രം അവളെ മരണത്തിന് വിട്ടുകൊടുത്തു. ഇതാണ് ഇവിടെ നടക്കുന്നത്, ഇതാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഇവരിവിടെ കലാപങ്ങൾ ആഹ്വാനം ചെയ്യും. ഇവർ പാവപ്പെട്ട ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും വിഷങ്ങൾ കുത്തിവെക്കും. അത് നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. അത് നമ്മൾ തിരിച്ചറിയാൻ തന്നെ വേണം. തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള മരവാണങ്ങളെ ഒറ്റപ്പെടുത്തന്നെ വേണം. സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. നിമിഷപ്രിയക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തിരിച്ചു വരാൻ വേണ്ടിയിട്ട്.